PMC ഇപ്പം അറബിക്കടലിൽ ഇങ്ങനെ മുങ്ങിച്ചാകുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലല്ലേ? ആ കടലിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. ഇവർക്ക് എത്രയാ സാധനം കൊണ്ടുപോയിട്ട് അറബിക്കടലിൽ മുക്കിയിരിക്കുന്നത്. അപ്പോൾ PMC പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം ഇതിൻ്റെ ധാരണ. അപ്പോഴാണ് മറ്റൊരു സംഭവം കൂടി ഉടലെടുക്കുന്നത്. NHM ഫണ്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രം എന്ന രീതിയിലേക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റാൻ UDF സർക്കാർ അനുകൂലമായി ഒരു ചർച്ച നടത്തുന്നു എന്ന് പറയും. UDF സർക്കാർ അതായത് നേരത്തെ അത് ഇടത് സർക്കാർ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്ര വേഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങിയ മലക്കം മറിഞ്ഞ ഒരു സർക്കാരും ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. ഒരു നമ്മൾ ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കൂളിംഗ് പീരീഡ് എന്നൊക്കെ പറയില്ലേ, ഇതിലൂടെ അങ്ങനെ ഒരു വാക്കില്ലേ? ഒരു അല്പമെങ്കിലും ഒരു സാവകാശം പോണ്ടേ? നിന്ന നിപ്പിൽ മലക്കം മറിയുക. PMC ഇപ്പം അറബിക്കടലിൽ ഇങ്ങനെ മുങ്ങിച്ചാകുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലല്ലേ? ആ കടലിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. ഇവർക്ക് എത്രയാ സാധനം കൊണ്ടുപോയിട്ട് അറബിക്കടലിൽ മുക്കിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, സമഗ്ര ശിക്ഷയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ശബ്ദമുയർത്തിയപ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ, ₹1 കേരള ഗവൺമെൻറ്റിന് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച UDF നേതാക്കളൊക്കെ ഇപ്പോൾ ഈ രൂപത്തിൽ മലക്കം മറിയുമ്പോൾ അത് കണ്ടിരിക്കാൻ ഒരു രസമാണ്. അതെ, അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, 2018 സമഗ്ര ശിക്ഷ പദ്ധതി, 2020 പുത്തൻ വിദ്യാഭ്യാസ നയം, 2022 PMC. എൻ്റെ ചോദ്യം എന്തായിരുന്നു? എൻ്റെ നിലപാടെന്തായിരുന്നു? 2018 സമഗ്ര ശിക്ഷ സംബന്ധിച്ച് കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് 4 വർഷം കഴിഞ്ഞ് വന്ന PMCയുടെ പേരിൽ തടഞ്ഞു വെക്കുന്നത് അധാർമികവും അനീതിയും ഭരണഘടനാ വിരുദ്ധവുമല്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങ് പറഞ്ഞ ആ മലക്കം മറിച്ചത് തിരിച്ചുമുണ്ടായില്ലേ എന്നുള്ള ചോദ്യം ഭരണപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. എന്ത് മലക്കം മറിച്ചത്? ഞാനൊരു കാര്യം പറയട്ടെ. CPIയും CPM തമ്മിൽ അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ള കാര്യം തർക്കമില്ലേ? ഒരു തർക്കമില്ല. എന്ന കാരണം വെച്ചാൽ അതുകൊണ്ടാണല്ലോ 2 പാർട്ടികളായി നിൽക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലോ. ഒരു പാർട്ടി തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരില്ലേ? അത് പിന്നെ ചർച്ച ചെയ്തൊരു ഒരു സമന്വയത്തിലേക്ക് എത്തുകയല്ലേ? 2 പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിനും കേന്ദ്രത്തിനും ഇടയിൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കാൻ നിയുക്തനായ ഒരു വ്യക്തിയല്ലേ MP. അതിന് പകരം കേരളത്തിനും കേന്ദ്രത്തിനും ഇടയിൽ കേരളത്തിനൊരു പാരയായി പ്രവർത്തിക്കണമെന്ന് ഒരു MP-ക്ക് ഒരു ദൗത്യമുണ്ടോ? ആ ദൗത്യം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നവരാണ് UDF MP-മാരല്ല, പാരകളായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പം എന്താ പറയണം? മിണ്ടുന്നില്ല. ഞാനിപ്പം UDF-ൻ്റെ ഒരു MP-യുടെയും ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ കണ്ടില്ല. അപ്പോൾ അവരൊക്കെ എന്താണ് കഴിഞ്ഞ 2 വർഷക്കാലം 3 വർഷക്കാലം പാർലമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ 7-8 വർഷക്കാലം ചെയ്തുകൊണ്ടിരുന്നത്? ഇതൊക്കെ ഒന്ന് അവരോട് ചോദിക്കണം കേട്ടാ. ചോദിക്കുക. NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരോടും ചോദിക്കുക. കേരളത്തിന് വെക്കാവുന്ന അള്ളും പാരയെല്ലാം വെച്ച് കേരളത്തിന് കിട്ടാനുള്ള എല്ലാ വിഭവങ്ങളും മുടക്കാൻ വേണ്ടി മന്ത്രി ഓഫീസുകൾ കയറി ഇറങ്ങി നടന്ന് നിരങ്ങിയ ആൾക്കാരോട് ഒന്ന് ചോദിക്കണം കേട്ടാ.